നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. ലോകകപ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ കടക്കുന്നത്. ഇന്നലെ ആദ്യത്തെ 4 ഗ്രൂപ്പുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് EFGH ഗ്രൂപ്പുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കൊപ്പം ഫൈസൽ ഹംസ, ഒപ്പം ജസീം. നമുക്കാദ്യം ഈ ഗ്രൂപ്പിലേക്ക് പോകാൻ തോന്നുന്നു. അത് കരുത്തരായ ജർമ്മനിയുടെ ഗ്രൂപ്പാണ്. ജർമ്മനി, ക്യുറസാവോ, ഐവറി കോസ്റ്റ്, ഇക്വഡോർ ടീമുകളാണ്. എങ്ങനെയാണ് അതെന്നൊരു സാധ്യത ഫൈസൽ കാണുന്നത്? ജർമ്മനി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു ടീമിനെ ടോപ്പ് ഫേവറേറ്റ് ആയിട്ട് നമുക്ക് കരുതാൻ സാധിക്കില്ല. ഈ ജർമ്മൻ ഫുട്ബോൾ എല്ലാ കാലത്തും ഒരു പക്ഷേ ടോപ്പ് ഫേവറേറ്റുകളിൽ കൂട്ടത്തിലാണ്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. കാരണം അറ്റാക്കിങ്ങിലാണെങ്കിലും മിഡ്ഫീൽഡിലാണെങ്കിലും ഡിഫൻസിലാണെങ്കിലും എണ്ണം പറഞ്ഞ താരങ്ങൾ അവർക്കുണ്ട്. ഇപ്പം കെ ഹവർട്സും അതുപോലെ ലിറോയ് സാനയൊക്കെയുള്ള ഒരു മുന്നേറ്റ നിരയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജമാൽ മുസിയാലയുണ്ട്. അപ്പം ആ ടീം ഒരു പക്ഷേ നമുക്ക് കിമ്മിഷ് മിഡ്ഫീൽഡ് കിമ്മിഷ് ഉണ്ട്. ഒരു കിമ്മിഷ് ബോക്സ് ടു ബോക്സ് പ്ലെയറായിട്ട് പിന്നെ ഫിലിപ്പ് ലാമിന് ശേഷം ജർമ്മനിക്ക് കിട്ടിയ ഒരു പ്ലെയറാണ്. അത്രയും ശക്തമാണ് ജർമ്മനി. അവസാനമായിട്ട് വേൾഡ് കപ്പ് ഉയർത്തിയെന്നു. അതെ. പക്ഷേ ജർമ്മനിയുടെ ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പിൽ ജർമ്മനിയെ കണ്ടാണ് ഇതുപോലെയൊക്കെ ഒരു ശക്തമായ ടീമുമായി തന്നെയാണ് ജർമ്മനി വന്നത്. പക്ഷേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ജർമ്മനിയെ എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ടീം വെച്ച് ജർമ്മനി ഫൈനൽ കളിക്കാം, പക്ഷേ ഗ്രൂപ്പ് ഘട്ടത്തിലും പുറത്താകാം എന്നുള്ളതാണ് ജർമ്മൻ ഫുട്ബോളിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി എന്നുള്ളതാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തൊക്കെയായാലും ആ ഗ്രൂപ്പിൽ ജർമ്മനിക്കൊരു മേൽക്കൈമയുണ്ട്. പക്ഷേ ഐവറി കോസ്റ്റ് ആ ഗ്രൂപ്പിലെ ഉള്ള ഒരു ടീമാണ്. ഇപ്പോൾ ഇന്ന് ഫ്രാൻസിനെ അട്ടിമറിച്ച് നിൽക്കുന്ന ഒരു ടീമാണ് അത്. അപ്പോൾ നമുക്ക് പറയാം ഒരു സന്നാഹ മത്സരമാണ്, അതുകൊണ്ടാണ് ഫ്രാൻസ് തോറ്റുപോയത് എന്നൊക്കെ നമുക്ക് വാദത്തിന് പറയാം. പക്ഷേ ഫ്രാൻസിനെ പോലുള്ള ഒരു ടീമിനെ അട്ടിമറിക്കണമെങ്കിൽ അവരുടെ കയ്യിൽ മരുന്നുണ്ട് എന്നുള്ളത് തന്നെ മാത്രമല്ല, ഇത് അവർക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ്. ഒരു മത്സരം കൂടി അവർക്ക് ബാക്കിയുള്ളൂ. അതിനുശേഷം നേരെ കളിക്കാൻ പോകുന്ന വേൾഡ് കപ്പാണ്. വേൾഡ് കപ്പിന് മുമ്പ് ഫ്രാൻസിനെ തോൽപ്പിച്ചുകൊണ്ട് ഇറങ്ങാന്ന് പറയുന്നത് അതിഭീകരമായ കോൺഫിഡൻസ് കിട്ടും. ഫ്രാൻസിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അവരെ ലോക റാങ്കിങ്ങിൽ അവർക്ക് 2 സ്ഥാനം നഷ്ടപ്പെട്ട് 3-ാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ദിദിയർ ദ്രോഗ്ബയൊന്നും ഇല്ലാത്ത ഐവറി കോസ്റ്റിനെ നമ്മളാരും ആ തരത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു പക്ഷേ ആ ഗ്രൂപ്പിൽ ഐവറി കോസ്റ്റ് ഒരു വെല്ലുവിളിയാകും. അതായത് 2-ാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത ഞാനിപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ ഗ്രൂപ്പിൽ ഇക്വഡോറിനെ നമ്മൾ മറന്നുകൂടാ. ലാറ്റിൻ അമേരിക്കയിൽ 2-ാം സ്ഥാനക്കാരായി വന്ന ഡിഫൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലാറ്റിൻ അമേരിക്കയിൽ ഇപ്പോൾ ഏറ്റവും ശക്തമായ ഡിഫൻസുള്ള ടീമാണ് ഇക്വഡോർ എന്നുള്ളതാണ്. എനർ വലൻസിയ അപ്പോഴും ടീമിനൊപ്പം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യോഗ്യത റൗണ്ടിൽ വെറും എനിക്ക് തോന്നുന്നത് അർജന്റീന പോലും അവരെക്കാൾ കൂടുതൽ ഗോൾ വഴങ്ങിയിട്ടുണ്ട്. വെറും 5 ഗോൾ മാത്രമെങ്ങാണ്ടാണ് അവർ വഴങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഗോൾ അടിക്കുക എന്നുള്ളത് മാത്രമല്ല, ഗോൾ വഴങ്ങാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇക്വഡോറും ഐവറി കോസ്റ്റും തമ്മിലായിരിക്കും ഗ്രൂപ്പിലെ 2-ാം സ്ഥാനക്കാർക്ക് തമ്മിലുള്ള മത്സരം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ ഐവറി കോസ്റ്റിനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞിടന്ന് വരാം. ഐവറി കോസ്റ്റ് വലിയൊരു പ്രതിഭാധാരാളിത്തമുള്ള ഒരുപക്ഷെ 2006 ലോകകപ്പിലൊക്കെ നമുക്ക് ജർമ്മൻ ലോകകപ്പിലാണ് ഞാനൊക്കെ ആദ്യമായിട്ട് ലോകകപ്പ് കാണുന്നതെന്നാണ് ഈ ജർമ്മൻ ലോകകപ്പ്. അപ്പോൾ അന്നൊക്കെ ദ്രോഗ്ബ എന്നുള്ള ഒരു ഫാക്ടറിൻ്റെ പുറത്ത് ഐവറി കോസ്റ്റിനെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ട ഒരു ഐവറി കോസ്റ്റ് പിന്നീട് അവർ ചിത്രത്തിൽ നിന്ന് വലിയൊരു പോരാട്ടങ്ങളൊന്നും ഇല്ലാതെ മാഞ്ഞു പോകുന്ന ഒരു ഐവറി കോസ്റ്റ്. പക്ഷേ പിന്നീട് 2023 അവർ എംഎസ്ഫ ആണ് ഇവരുടെ കോച്ച്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ അവർ ആഫ്രിക്കൻ നേഷൻസ് കപ്പ് കിരീടം ഉയർത്തുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മവിശ്വാസത്തിൻ്റെ കാലഘട്ടം കൂടിയായിരുന്നു. 2023 അവർ ഈ ആഫ്രിക്കൻ നേഷൻസ് കപ്പ് എടുക്കുന്നു. അത് എംഎസ്ഫ വന്ന് ആ ടീമിനെ മാറ്റിയെടുത്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ആഫ്രിക്കയിൽ ആ ഒരു കരുത്തര ഒരു ഭാഗത്ത് നിലയുറപ്പിച്ച് നിൽക്കും എന്നുള്ളത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. ലോകകപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഘട്ടത്തിലും അവരെ കുറച്ച് കാണാൻ പറ്റില്ല എന്നുണ്ട്. സ്ട്രോങ് ആണ് അവരുടെ മിഡ്ഫീൽഡ്. ഫഫാനെ അതേപോലെ കെസെ പോലുള്ള യൂറോപ്യൻ ലീഗുകളിൽ കളിക്കുന്ന മികച്ച പ്ലേയേഴ്സ് അവർക്ക് മിഡ്ഫീൽഡിൽ അമാദിയാലോ ഉൾപ്പെടെയുള്ളവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ യാൻഡി യോമൻ അങ്ങനെ പിന്നെ എണ്ണം പറഞ്ഞ താരങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതും വലിയൊരു പ്രതീക്ഷയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബാക്ക് അവർക്ക് 2023 ശേഷം പിന്നീട് അവർ നല്ല നിലയിൽ തന്നെയാണ് എന്നുള്ളത് കൂടി പറയാം. ജേഷ് ആ ഗ്രൂപ്പിലെ ഈ കുറസാവോ ശരിക്കും അത്ഭുതം. ഈ ലോകകപ്പിലെ അത്ഭുതമാണ് നമ്മളൊക്കെ ആ ടീം എന്നുള്ളത്. അപ്പോൾ കുറസാവയുടെ ഒരു സാധ്യത എനിക്ക് തോന്നുന്നത് ആ ഒരു ടീം ലോകകപ്പിൽ അവർ പന്ത് തട്ടുന്ന നിമിഷം അതൊരു ചരിത്രമാണ്. പന്ത് തട്ടിയാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു
നഗരസഭയുടെ അത്ര നമ്മുടെ മഞ്ചേരി ഇല്ല, മഞ്ചേരി നഗരസഭയിൽ ഏകദേശം 2 ലക്ഷം ആൾക്കാരുണ്ടാവും. ഇവിടെ 1.5 ലക്ഷം മാത്രമാണ് ജനസംഖ്യ ഉള്ളത്. അത് വലിയൊരു കൗതുകം തന്നെയാണ്, അത്ഭുതം തന്നെയാണ്. ഏത് രീതിയിലാണ് ടീം മോൾഡ് ചെയ്തെടുക്കേണ്ടത്? ഇപ്പോൾ നമ്മളൊക്കെ പറയും, ഇപ്പോൾ ജനസംഖ്യ ഒരിക്കലും ഒരു ടീമിന് യോഗ്യത നേടുന്നതിലും അല്ലാത്തതിലും ബാധകമല്ല എന്നറിയാം. പക്ഷെ എന്നാൽ പോലും ആ ഒരു സിസ്റ്റം കൊണ്ടുപോയി അതിനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കോടി ജനങ്ങളുണ്ടായിട്ടും നമ്മൾ എല്ലായ്പ്പോഴും അത് സ്വപ്നമായി കാണുന്നു. നമുക്ക് വൻകരയിലേക്കുള്ള പോരാട്ടത്തിന് പോലും യോഗ്യതയില്ലാതെ നമ്മൾ നിൽക്കുമ്പോഴാണ് ഈ 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു ടീം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വന്ന് അവർ ലോകകപ്പ് കളിക്കാൻ പോകുന്നു. അവർ ഫൈസൽ പറഞ്ഞ പോലെ തന്നെ അവരുടെ കിക്ക് ഓഫ് മതി അവർക്ക്. അതിപ്പോൾ വിജയിക്കണമെന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് മുന്നേറണമെന്നുള്ള ഒന്നുമല്ല. അവർ ലോകകപ്പ് പന്ത് തട്ടുന്നതിനെ വലിയ ചരിത്രം തന്നെയായിരിക്കും. അത് ജനസംഖ്യ അല്ല അതിന് മാനദണ്ഡം എന്നുള്ളത്. 150 കോടി ഉണ്ടാകുന്ന ഒരു രാജ്യമൊന്നല്ല, അതിനൊക്കെ അപ്പുറം അതിൽ നിന്ന് കടഞ്ഞെടുക്കാവുന്ന താരങ്ങൾ എടുക്കാൻ പറ്റുമെന്നുള്ളത് തെളിയിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ക്യൂറോസോവ. യെസ്, ക്യൂറോസോവ നമുക്കറിയാം. ഇപ്പോൾ ഡച്ചിൻ്റെ കോളനി ആയിരുന്നു അവർ. ആ ഒരു കോളനിയിൽ നിന്നുകൊണ്ടുള്ള സാധനങ്ങൾ അവിടെ നിന്നുള്ള, അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഫുട്ബോളിൻ്റെ ഒക്കെ രാജാര്യന്മാരാണ് ഡച്ച്. അതിൽ നിന്നുള്ള ഒരുപാട് പോസിബിലിറ്റി അവർ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഡച്ചുകാരൻ തന്നെയായ ഡിക്ക് അഡ്വക്കേറ്റ്സ് ആണ് ഇപ്പോൾ അവരുടെ പരിശീലകൻ എന്ന് പറയുന്നത്. അദ്ദേഹം അറൗണ്ട് ഒരു 78 വയസ്സുണ്ടാവും. അതെ, നല്ല പ്രായമുണ്ട്. അദ്ദേഹം 30-ലേറെ പ്രൊഫഷണൽ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ക്യൂറോസോവനെ പരിശീലിപ്പിക്കുന്നു, അവർക്ക് യോഗ്യത നേടിക്കൊടുക്കുന്നു. തീർച്ചയായിട്ടും ക്യൂറോസോവ പന്ത് തട്ടുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിൽ തന്നെയായിരിക്കും നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പം തന്നെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജർമ്മനി ഇപ്പോൾ അതിഗംഭീരമായ ടീമാണ്, 4 ലോകകപ്പ് ജയിച്ച ടീമാണ്. പക്ഷേ പഴയ പ്രതാപം പെരുമയൊന്നും ജർമ്മനിക്കില്ല. ജർമ്മനി എത്ര കിട്ടിയാലും തിരിച്ചടിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. അപ്പോൾ ജർമ്മൻ ടാങ്ക് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വിശേഷിപ്പിക്കുന്ന പണ്ടുകാലം മുതലേ പത്രങ്ങളിൽ നമ്മൾ വായിച്ച് ശീലിച്ചൊരു പ്രയോഗമായിരുന്നു അത്. അപ്പോൾ അതിനും തക്ക പ്ലെയേഴ്സ് ഇല്ല എന്നുള്ളത്. അവർ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നേരിട്ടു. ഇപ്പോൾ കിരീടം നേടിയ ശേഷം പിന്നീട് അവർക്ക് കഴിഞ്ഞ 2 ലോകകപ്പിൽ അവർ ഫസ്റ്റ് റൗണ്ട് തന്നെ പുറത്തായി എന്നുള്ള പ്രശ്നമുണ്ട്. 2014 ശേഷം പിന്നീട് അതെ നേഷൻസ് കപ്പിൽ ഫ്രാൻസിനോടും പോർച്ചുഗലിനോടും തോറ്റു. യോഗ്യതാ മത്സരത്തിൽ ആദ്യത്തെ മത്സരം പരാജയപ്പെട്ടുകൊണ്ടാണ് അവർ തുടങ്ങുന്നത്. പിന്നീട് 5 മത്സരം ജയിച്ചുകൊണ്ടാണ് അവർ യോഗ്യത നേടുന്നത്. അപ്പോൾ അത്തരത്തിൽ ജർമ്മനി ഒരു പഴയ ടീമിൻ്റെ ഒരു പവറൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഇൻഡിവിജ്വലി ഇപ്പോൾ ഓരോ പൊസിഷൻ എടുത്തു നോക്കിയാലും അവർക്ക് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. 40 കഴിഞ്ഞ് 41-കാരനായ മാനുവൽ നോയർ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഉഗ്രം പ്ലേയേഴ്സ്, ഇപ്പോൾ ലെറോയ് സാനെ ആയിക്കോട്ടെ, അങ്ങനെ അത്തരത്തിൽ നല്ല ഗംഭീരമായ പ്ലേയേഴ്സ് ജർമ്മനിക്കുണ്ട്. ജർമ്മനി ഹാവർട്ട്സൊക്കെ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ അടിച്ചിട്ടാണ്. അസാധ്യമായ പ്ലെയർ. ഈ ജർമ്മനി സ്ലോവാക്യ, ഇപ്പോൾ നേരത്തെ ജയശ്രം പറഞ്ഞ സ്ലോവാക്യയാണ് ആദ്യം അവരെ തോൽപ്പിക്കുന്നത്. യോഗ്യതാ മത്സരത്തിൽ ആദ്യ കളി 2-0 തോൽക്കുന്ന ഒരു മത്സരം. പക്ഷേ ജർമ്മനിയാണ് അത് തിരിച്ചടിക്കുന്നത് നമുക്കൊക്കെ ഉറപ്പായിരുന്നു. രണ്ടാമത്തെ മത്സരം സ്ലോവാക്യയുടെ വരുന്ന 6 ഗോള്, ഒരു ഗോളും പോലും പിന്നെ ഇങ്ങോട്ട് വരാത്ത രീതിയിൽ പ്രതിരോധിച്ച് 6 ഗോൾ അങ്ങോട്ട് അടിച്ചു കയറ്റുന്ന ഒരു ടീമിനെ കണ്ടു. അതായത് ആ ടീമിൻ്റെ ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ്. അവർക്കുള്ള പിന്നെ ജോഷുവ കിമ്മിച്ചിനെ പോലുള്ള ഒരു ക്യാപ്റ്റനും, ഫുട്ബോളിൽ ക്യാപ്റ്റന്മാർക്ക് എത്രത്തോളം റോൾ ഉണ്ടെന്ന് നമ്മൾ ഇപ്പോൾ ക്രിക്കറ്റിനെ പോലെ നമ്മളെപ്പോഴും പറയാറില്ലെങ്കിലും ജോഷുവ കിമ്മിച്ച് എനിക്ക് തോന്നുന്നത് ഈ പാറ്റ് കമ്മിൻസിനൊക്കെ പറയുന്ന പോലെ ക്രിക്കറ്റിൽ ആ രീതിയിൽ അവരെ ടീമിനെ സന്തുലിതമായി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അവർ ഈ ഒരു പ്രാവശ്യം അത്ഭുതം കാണിച്ചേക്കും എന്നുള്ളൊരു പ്രതീക്ഷ. കിമ്മിഷ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആ പ്രതിഭാസമാണ് ലോക ഫുട്ബോളിൽ. ഫിലിപ്പ് ലാമിനെയാണ് നമ്മളങ്ങ് കണ്ടിട്ടുള്ളത്. അതായത് ബോക്സ് ടു ബോക്സ് കളിക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഒരേ സമയം ഡിഫൻസിലും അറ്റാക്കിങ്ങിലും ഉപയോഗപ്പെടുത്താവുന്ന ഒരു പ്ലെയർ, സ്വന്തം ബോക്സിൽ നിന്ന് പന്തുമായി മുന്നേറാൻ കെൽപ്പുള്ള ഒരു പ്ലെയർ. അത് ഫിലിപ്പ് ലാമിന് ശേഷം കിമ്മിഷ് എന്നുള്ള സാധനത്തിലേക്ക് മറ്റൊരു പ്ലെയറെ നമുക്ക് അങ്ങനെ ഉദാഹരണം വെക്കാൻ അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ പറ്റാത്തൊരു പ്ലെയർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ലെന്നർഡ് കാർ ആയിരിക്കും ഈ ലോകകപ്പിലെ വലിയ കണ്ടെത്തലുകളിലൊന്നും. അപ്പോൾ അദ്ദേഹം 19 വയസ്സാവുന്നേ ഉള്ളൂ. അത് അതിഗംഭീരമായ പ്ലെയറാണ്. നമ്മൾ ബയൻ്റെ മാച്ചുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ലെന്നർഡ് കാർ തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിൽ ജർമ്മനി കൊണ്ടുവരുന്നപ്പോൾ നമുക്കറിയാം ലൂക്കോസ് പഡോൾസ്കി, തോമസ് മുള്ളർ അടക്കമുള്ള താരങ്ങൾ ഗോൾഡൻ ബൂട്ടുമായിട്ടൊക്കെ നമ്മുടെ മുന്നിൽ തിളങ്ങിയിട്ടുണ്ട്. അതുപോലെ ക്വാളിറ്റിയുള്ളൊരു പ്ലെയർ തന്നെയാണ്. അസിസ്റ്റ്, അതായത് ജർമ്മനിക്ക് വേണ്ടി ഗോളോ അസിസ്റ്റോ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്നുള്ള റെക്കോർഡ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണുള്ളത്. ലോകകപ്പിലും അദ്ദേഹം വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഫൈസൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇക്വഡോർ, ആ പേര് പോലെ തന്നെ ആ ഡോറ് തുറക്കൽ ഇച്ചിരി ടാസ്ക് ആയിരിക്കും. ഇപ്പോൾ 13 യോഗ്യതാ മത്സരങ്ങളിൽ അവർ ഒറ്റ ഗോൾ പോലും വാങ്ങിയിട്ടില്ല എന്നുള്ളത് വലിയ പോസിറ്റീവാണ്. ഒപ്പം തന്നെ അറ്റാക്കിങ്ങിലേക്ക് നോക്കുമ്പോൾ നല്ല ടീമുണ്ട്. 4-3-3 അവർ കളിക്കാൻ പോകുന്നത്. ഇന്നർ വലൻസിയെ പോലെയുള്ള ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അവിടെയുണ്ട്. ഇക്വഡോറും വലിയ
നേട്ടമുണ്ടാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിരോധം തന്നെയാണ് അവരുടെ പ്രധാനം. ഒരു ഗോൾ പോലും വഴങ്ങാതെ നിൽക്കുക എന്നുള്ളത്. അവർക്ക് PSG അതുപോലെ ആസനിൽ വില്യം ബാച്ചോയെ പോലെയുള്ള താരങ്ങളൊക്കെ, PSG വില്യം ബാച്ചോയെ പോലെയുള്ള താരങ്ങളൊക്കെ അവർക്കുണ്ട്. അതായത് നല്ല താരങ്ങൾ, യൂറോപ്യൻ ലീഗുകൾ കളിക്കുന്ന വമ്പൻ താരങ്ങളൊക്കെ ഇക്വഡോറിനുണ്ട്. പക്ഷേ അവർ പ്രതിരോധമാണ് അവരുടെ മെയിൻ എന്നുള്ളതും മുന്നേറ്റം അവർക്ക് ഒരു തരത്തിലും അവർക്ക് മുന്നേറ്റത്തിനുള്ള പ്രശ്നം അവർക്കുണ്ട്. അതല്ല, അത് സക്സസ് ആണ്. അവരുടെ പ്രതിരോധം സക്സസ് ആണ് എന്ന് തെളിയിച്ചിട്ടാണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്നും 2ാം സ്ഥാനക്കാരായി അവർ യോഗ്യത ഉറപ്പാക്കുന്നത്. ബ്രസീലൊക്കെ കാത്തിരുന്നു. ബ്രസീലും ഉറുഗ്വായും പരാഗയും അടക്കമുള്ള രാജ്യങ്ങൾ കാത്തിരുത്തിയിട്ടാണ് അവർ 2ാമതായി. സമയത്ത് 6ാമതൊക്കെയാണ് ബ്രസീൽ കിടക്കുന്നത്. അതെ അതെ, സമയത്താണ് ഇക്വഡോർ കയറി വരുന്നത്. അപ്പൊ ആ ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെ പ്രീ ക്വാർട്ടറിലേക്ക്, റൗണ്ട് 32ലേക്ക്? സ്വാഭാവികമായിട്ടും ജർമ്മനിയെ നമ്മൾ എണ്ണണം. പക്ഷേ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞുപോയി. ഐവറി കോസ്റ്റും കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ അവർ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും 2ാം സ്ഥാനക്കാരായ ഐവറി കോസ്റ്റ് പിന്നീട് ഇക്വഡോർ വരും എന്നുള്ളതാണ് എനിക്ക്. ഇതന്നെ ഞാൻ പറയുന്നത്, ജർമ്മനി ഐവറി കോസ്റ്റ് MSFയിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു. ആ ഒരു കാര്യത്തിൽ ഐവറി കോസ്റ്റും കൂടി വരും. ജർമ്മനി ഐവറി കോസ്റ്റ് 3ാം സ്ഥാനക്കാരായി ജർമ്മനി ചാമ്പ്യൻസ് ആകും. ഇക്വഡോർ 2ാം സ്ഥാനത്ത് വരും എന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ. മികച്ച 3ാം സ്ഥാനക്കാരായി ചിലപ്പോൾ ലിസ്റ്റിൽ ഐവറി കോസ്റ്റ് വന്നേക്കാം എന്നുള്ളതാണ്. പറയട്ടെ, 3ാം സ്ഥാനത്ത് കുറസാവ് വരണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം. അവർക്കൊരു ഡ്രോ കിട്ടിയാൽ തന്നെ വലിയ സന്തോഷമുള്ള കാര്യം. എനിക്ക് കുറസാവ് എന്നുള്ള ടീമിനോടുള്ള ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ അതൊന്നുമല്ല, നമ്മുടെയൊക്കെ ഫുട്ബോൾ അധികാരികളെ എങ്ങനെയെങ്കിലും കണ്ണു തുറക്കാൻ ഇതൊന്ന് കാരണമാകട്ടെ എന്നാണ്. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആളുകൾക്ക് ഫിസിക്കില്ല, 90 മിനിറ്റ് കളിക്കാൻ കഴിയില്ല. ഇപ്പം ഇന്നലെ നമ്മൾ തേഴ്സിൻ്റെ കാര്യം ചർച്ച ചെയ്തതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ആളുകളെ, അത് മനഃപൂർവ്വം നമ്മുടെ ഭരണാധികാരികൾ നമുക്ക് മേൽ അവരുടെ കഴിവുകേട് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. അതൊരു തേഴ്സിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. ഒരു മലയാളി ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള മലയാളിയായിട്ടുള്ള ആൾക്കും കൃത്യമായ പരിശീലനവും കൃത്യമായ ഘട്ടങ്ങളിലൂടെയും അയാളെ കൃത്യമായി മോൾഡ് ചെയ്തെടുത്താൽ ലോകകപ്പ് വേദിയിലെത്താനും അദ്ദേഹത്തിന് കളിക്കാനും കഴിയുമെന്ന് തെളിവാണ് തഹസീൻ. അപ്പോൾ കുറസാവ് പോലുള്ള ഒരു ചെറിയ രാജ്യത്തിന് ഈ സിസ്റ്റം എല്ലാം അഡോപ്റ്റ് ചെയ്തിട്ട് കൃത്യമായി ഒരു ലോകകപ്പ് വേദിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ കുറസാവ് മാത്രമല്ല, കേപ്പ് വെർഡെ പോലുള്ള ടീമുകളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. നമ്മുടെ അധികാരികൾ ഇത്രയും കാലം ഈ 142 കോടി മനുഷ്യന്മാരെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. അപ്പോൾ ഈ ടീം മുന്നേറുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും കാലം ഇന്ത്യൻ ഫുട്ബോളിനെ പറഞ്ഞു പറ്റിച്ചവർക്കുള്ള അടികൂടിയായിരിക്കും എന്നുള്ളത്. അത് ഈ ലോകകപ്പിലെ 4 പേരുണ്ട്. എനിക്ക് കേൾക്കുമ്പോൾ ശരിയായിരുന്നു. ഒന്ന്, നമ്മുടെ ടോപ്പ് ഡിവിഷൻ, അതായത് ISL ഈ തവണ നടക്കുമെന്ന് പോലും വലിയ സംശയമായിരുന്നു. എന്നിട്ട് തട്ടിക്കൂട്ടി കുറച്ച് വേദികളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ. ഇപ്പോൾ നോർമൽ കേസിൽ നമുക്കറിയാം സെമി ഫൈനൽ, ഫൈനൽ ഉൾപ്പെടെയുള്ളതുകൊണ്ട് തവണ ഗ്രൂപ്പ് ഘട്ടം മാത്രം നോക്കിയിട്ടാണ് ഈസ്റ്റ് ബംഗാളിലെ ചാമ്പ്യൻസ് ആയി വിലയിരുത്തുന്നത്. അപ്പോൾ നടക്കുമെന്ന് പോലും ഉറപ്പില്ലാതെ അങ്ങനെ പോയി. മത്സരം തുടങ്ങുന്നതിന് കുറച്ച് മുൻപ് മാത്രമാണ് ബ്രോഡ്കാസ്റ്റേഴ്സ് വരുന്നത്. ഏത് ഇന്ത്യയുടെ നമ്പർ 1 ലീഗിലാണ് ഈ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത്തരത്തിൽ സ്വന്തമായിട്ട് ലീഗ് നടത്താൻ പോലും പറ്റാത്ത ടീം എവിടെയും കളിക്കേണ്ടതെന്നുള്ള നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ പരാതിയായി എത്തി. ഇനിയിപ്പോൾ നടക്കുമോ എന്നുള്ളത് പ്രശ്നമായി നടക്കുന്നു. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കേട്ടോ, ഇന്ത്യ ഇന്നത്തെ ദിവസം ഒരു സ്ഥാനം കൂടി പുറകോട്ട് പോയിട്ടാണ് ഫിനിഷ് നിൽക്കുന്നത് എന്നുള്ളതാണ് ലോക റാങ്കിങ്ങിൽ, ഫിഫ റാങ്കിങ്ങിൽ. ആ ഒരു രീതിയും കൂടി നമ്മൾ ഇതിലുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് ഗ്രൂപ്പ് ഇയിലെ വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. ഗ്രൂപ്പ് F ലോകകപ്പിലെ ഏറെക്കുറെ മരണ ഗ്രൂപ്പ് എന്ന് വിളിക്കാവുന്ന ഗ്രൂപ്പുകളിൽ ഒന്ന് തന്നെയാണ്. ഫൈസൽ, നെതർലൻഡ്സ്, ജപ്പാന്, സ്വീഡൻ, ട്യൂണീഷ്യ 4 ഗംഭീരമായ ടീമുകളാണ്. അതിൽ എല്ലാം ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ ഫുട്ബോൾ കളിക്കുന്ന നെതർലൻഡ്സ് അവിടെയുണ്ട്. വേഗ ഫുട്ബോൾ, കുറിയ പാസുകളുമായി വേഗ ഫുട്ബോൾ കളിക്കുന്ന ജപ്പാൻ അവിടെയുണ്ട്. ജപ്പാൻ ഒരു ഏഷ്യൻ ടീമാണെങ്കിലും ബ്രസീലിയൻ സ്റ്റൈലിൽ, ലാറ്റിൻ അമേരിക്കൻ സ്റ്റൈലിൽ കളിക്കുന്ന ഒരു ടീമാണ്. റൈറ്റ്. അപ്പോൾ എങ്ങനെയാണ് ആ ഗ്രൂപ്പിൽ നിന്ന് ഫൈസൽ 2 ടീമിനെ തിരഞ്ഞെടുക്കുന്നത്? നെതർലാൻഡ്സ് എക്കാലത്തും ഏറെ പ്രതീക്ഷയോടെത്തി ഒരു പക്ഷേ നമ്മളെയൊക്കെ കണ്ണീർ നൽകിക്കൊണ്ട് ഈ ഓറഞ്ച് വസന്തം എല്ലാ കാലത്തും സാധ്യമാകാതെ ഇരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ നൽകാറുണ്ട്. ഇത്തവണയും നെതർലാൻഡ്സിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് ആരാധകർക്ക്. അതുകൊണ്ട് തന്നെ നെതർലാൻഡ്സ് ആ ഗ്രൂപ്പിലെ ഒരു മേധാവിത്വം കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡെപ്പയും അതോടൊപ്പം തന്നെ ഗ്യാപ്കോയും ഒക്കെ അടങ്ങുന്ന ഒരു മുന്നേറ്റ നിര അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാലിനെ പോലുള്ള ഒരു പ്ലെയർ കൂടിയാകുമ്പോൾ അവരുടെ ആക്രമണത്തിൻ്റെ തീവ്രത അതിശക്തമായിരിക്കും. ഡിയോങ്ങിനെ പോലുള്ള ഒരു മിഡ്ഫീൽഡ് ജനറൽ എന്ന് വിശേഷിപ്പിക്കാം. ലിവർപൂളിന് വേണ്ടി കളിക്കുന്ന ഉണ്ട്. പിന്നെ ഡിഫൻസിലാണെങ്കിൽ വാൻഡൈക്ക് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പ്രതാപത്തിൽ നിന്ന് അല്പം ആ ശേഷി കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പോലും വാൻഡൈക്ക് വിശ്വസ്തനായ കാവൽക്കാരനാണ്. അതോടൊപ്പം തന്നെ ഡംഫ്രീസും ഉണ്ട്. അപ്പം ഈ ഇത്രയും ശക്തമായ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട താരം നിരയാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഗ്രൂപ്പിൽ ഒരു മികവുണ്ട്. പക്ഷേ ജപ്പാൻ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ വന്ന അത്രത്തോളം സ്ട്രോങ് ആണോ ജപ്പാൻ
ടീം എന്ന കാര്യത്തിൽ എനിക്കൊരല്പം സംശയമുണ്ട് ജപ്പാനെക്കുറിച്ച് എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ആ ഗ്രൂപ്പിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ടീം എനിക്ക് തോന്നുന്നു സ്വീഡനാണ്. സ്വീഡന് ഈ ലോകകപ്പിന് യോഗ്യത കിട്ടുന്നത്, ഞാൻ വിചാരിച്ചിരുന്നു സ്വീഡൻ ലോകകപ്പിന് യോഗ്യത കിട്ടില്ല എന്ന്. കാരണം യോഗ്യതാ റൗണ്ടിൽ ഏറ്റവും മോശം പ്രകടനം നടത്തിയ യൂറോപ്യൻ ടീമുകളിൽ ഒന്നാണ് സ്വീഡൻ. അവർ ഗ്രൂപ്പിലെ യോഗ്യതാ റൗണ്ടിലെ ഏറ്റവും മോശം അവസാന സ്ഥാനക്കാരായാണ് അവർ ഫിനിഷ് ചെയ്തത്. മാത്രമല്ല 2 പോയിന്റ് അവർക്ക് ആകെ കിട്ടിയതുള്ളൂ. അപ്പോൾ അവസാന സ്ഥാനക്കാരായിട്ട് അവർ ഫിനിഷ് ചെയ്യുന്നു. പക്ഷെ അവർ പ്ലേ ഓഫിലേക്ക് കടക്കുന്നത് അവർ UEFA നേഷൻസ് ലീഗിലെ അവരുടെ കിരീടം സി കാറ്റഗറിയിലെ കിരീട നേട്ടത്തോടു കൂടിയാണ്. പക്ഷേ അതിനുശേഷം ആ യോഗ്യത റൗണ്ടിലെ ആ തിരിച്ചടിക്ക് ശേഷം ടീം സടകുടഞ്ഞ് എഴുതി നിൽക്കുന്നതാണ്. യോക്കറസിനെ പോലുള്ള ഒരു പ്ലെയർ അവർക്കുണ്ട് എന്നുള്ളത് അവരുടെ അഡ്വാൻറ്റേജ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പിൽ നെതർലാൻഡ്സ് മുന്നേറുമ്പോൾ തന്നെ സ്വീഡൻ ഒരു 2ാം സ്ഥാനക്കാർക്കായിട്ടുള്ള പോരാട്ടം ശക്തമാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിതിൽ മനസ്സിലാക്കുന്നത് നെതർലാൻഡ്സിനെ ഓർക്കുമ്പോഴേ പിന്നെ നമുക്ക് ഈ യോഹൻ ക്രൈഫിനൊന്നും മറന്നുകൊണ്ട് നെതർലാൻഡ്സിനെ പറയാനേ പറ്റില്ല. കാരണം 1974 അവർ ആ ഫൈനലിൽ അന്ന് വെസ്റ്റ് ജർമ്മനിയോടായിരിക്കും അന്നാ തോൽക്കുന്നത്. ശേഷം 1978 ഫൈനലിൽ തോൽക്കുന്നു. 2010 നമ്മളത് കാണുന്നു. അതായത് 2010 അവരുടെ ടീം നമ്മുടെ കൺമുന്നിൽ നമ്മൾ നന്നായി കണ്ട് ആസ്വദിച്ചൊരു കളിയും കൂടിയാണല്ലോ. അപ്പോൾ ഈ ഒരു ടീമിൻ്റെ ഒരു ഇനിയസ്റ്റയുടെ ഗോള് നെഞ്ചത്ത് തറക്കുന്ന ഒരു ടീം. എന്തായാലും അവർ നേരത്തെ ഫൈസൽക്ക് പറഞ്ഞ പോലെ തന്നെ വലിയ പ്രതീക്ഷകളോടെ എത്തുന്ന വലിയ മികച്ച ടീം, എന്നാൽ അവർക്ക് കിരീടത്തിലെത്താൻ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതൊരു വലിയ വിടവ് തന്നെയാണ്. അവർക്ക് ആ കിരീടങ്ങളില്ലാത്ത 3 ലോകകപ്പിൻ്റെ ഫൈനൽ കളിച്ചിട്ട് പോലും ഒരു കിരീടം പോലും ലഭിക്കാതിരിക്കുക എന്നുള്ളത് വലിയ നഷ്ടം തന്നെയാണ്. അപ്പോൾ കിരീടത്തെക്കാളെ അവരുടെ ആനന്ദം, അവർ നൽകുന്ന ആനന്ദം, എന്തൊക്കെ പറഞ്ഞാലും നെതർലാൻഡ്സ് ടീം നൽകുന്ന ഒരു ആനന്ദം അത് വിശേഷിപ്പിക്കുന്നതിനും അപ്പുറമാണ്. ഫുട്ബോൾ എന്ന് പറയുന്നത് കിരീടം, അൾട്ടിമേറ്റ് സക്സസ് എന്ന് പറയുന്നത് കിരീടങ്ങൾ മാത്രമല്ല. അത് ഓറഞ്ച് വസന്തം പുലഞ്ഞില്ല അങ്ങനെ പറയാം. അപ്പോൾ അത് കപ്പിന് കപ്പന്നെ വേണ്ട പൈസ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അവർ എന്തായാലും പ്രാവശ്യം അവർ കടന്ന്, അതായത് 2ാമത്തെ റൗണ്ടിലേക്ക് ടോപ്പ് 32 ഗ്രൂപ്പിലേക്ക് അവർ കടന്നുകൂടുമെന്നുള്ളത് ഉറപ്പാണ്. ആ റൗണ്ടിലേക്ക് കടന്നുള്ളത്. 2ാമത് പിന്നീട് സ്വീഡൻ നേരത്തെ പറഞ്ഞു. പക്ഷേ സ്വീഡൻ്റെ പ്രതിരോധം വലിയ മോശം തന്നെയാണ്. 5 മത്സരങ്ങൾ അവർ കളിച്ചതിൽ യോഗ്യത മത്സരങ്ങൾ, അതിൽ 13 ഗോൾ വഴങ്ങുന്ന പറഞ്ഞാൽ ആ പ്രതിരോധത്തിൻ്റെ പാളിച്ച അത് വലിയ പ്രശ്നം തന്നെയാണ് അവരെ സംബന്ധിച്ചോളം. പിന്നെ അലക്സാണ്ടർ ഐസക്കിനെ പോലെയുള്ള ഒക്കെ മുന്നേറ്റ നിരയുണ്ട്. പക്ഷേ എങ്കിലും അവരുടെ പ്രതിരോധം അവർക്ക് ശക്തമാക്കിയിട്ടില്ല എങ്കിൽ അവർക്ക് മുന്നോട്ടുള്ള പോക്ക് അത് വലിയ പ്രതിസന്ധിയായിരിക്കും. കാരണം ഗ്രൂപ്പിൽ ജപ്പാനെ പോലെയുള്ള ടീമുണ്ട്, ടുണീഷ്യയെ പോലെ അട്ടിമറക്കാവുന്ന ടീമുണ്ട്. ഇപ്പോൾ ജപ്പാനെക്കുറിച്ച് പറയുമ്പോഴും അവരും മികച്ച, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം സ്പെയിനെതിരെയൊക്കെ ഉള്ള മത്സരങ്ങളൊക്കെ നോക്കിയാൽ അവരും ഈ കുറിയ പാസുകളും വേഗത്തിലുള്ള പാസുകളൊക്കെ നടത്തിക്കൊണ്ട് അവരുടെ കളി കാണാൻ നല്ല രസമുള്ള കളിയാണ്. അപ്പോൾ ആ രീതിയിൽ ജപ്പാനും ഒരു വേഗതയുള്ള കളി കളിച്ച് ആ ഗ്രൂപ്പിൽ മുന്നേറ്റം സാധ്യമാക്കാവുന്ന ഒരു ടീം കൂടിയാണ്. 3 ടീമുകളാണ് ആ ഗ്രൂപ്പിൽ ഒന്ന് മുന്നോട്ട് പോവുക. അതായത് 2 ടീം പ്ലസ് മികച്ച 8 മൂന്നാം സ്ഥാനക്കാർ, 12 ഗ്രൂപ്പുകളിലെ മികച്ച 8 മൂന്നാം സ്ഥാനം. അതെ. അപ്പോൾ അതിൽ നിന്ന് മികച്ചൊരു 3ാമത്തെ ടീമായിട്ട് സ്വീഡൻ വരാനാണ് ഞാൻ സാധ്യത കാണുന്നത്. ടുണീഷ്യ പക്ഷേ അതിലേക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ വല്ല അട്ടിമറികൾ സംഭവിച്ചാൽ ഗ്രഹാം പോട്ടർ സ്വീഡന്റെ കോച്ചായതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ അവർ എനിക്ക് തോന്നുന്നത് 1.5 വർഷം കണ്ടായിട്ടുള്ള അദ്ദേഹത്തെ കോച്ചായി നിയമിച്ചിട്ട് തോന്നുന്നു. അതിനുശേഷമാണ് ടീം വീണ്ടും യോഗ്യത നേടില്ല എന്നിടത്ത് നിന്നും ലോകകപ്പിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഗ്രഹാം പോട്ടർ ഈ ഒരു ടീമിനെ വെച്ച് എന്ത് അത്ഭുതം സൃഷ്ടിക്കും എന്നുള്ളത് കൂടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ടുണീഷ്യൻ്റെ ആരാധകർ ഭയങ്കര ഒരു സ്പിരിറ്റുള്ള ആരാധകരാണ്. സ്വാഭാവികമായിട്ടും അവർ അമേരിക്കയിലേക്ക് ടിക്കറ്റ് എടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അറബ് വസന്തൊക്കെ പിറന്ന നാട് കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വസന്തൊക്കെ പിറന്ന നാട്ടിൽ ഒരു പക്ഷേ നല്ല വിപ്ലവകാരികളുള്ള നാട് കൂടിയാണ്. അപ്പോൾ അവരും ഒരു പോരാട്ടത്തിൻ്റെ ചൂടും വീറും വാശിയൊക്കെ അവിടെ ഉണ്ട്. ജയേഷിൻ്റെ അഭിപ്രായം ഈ ഗ്രൂപ്പിൽ നിന്ന് അതിൽ നെതർലൻഡ്സ് നേരത്തെ ഫൈസലൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ കാലത്തും നല്ല ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് വരുന്ന, വർഷങ്ങളായിട്ട് ക്വാളിറ്റി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. ഒരിക്കലും നല്ല കളി കളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓപ്പോസിറ്റ് ടീമിന് പോലും ഒരു വിഷമമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം അർജന്റീനയ്ക്കെതിരായ മത്സരം ലാസ്റ്റ് അടിപിടി മെസ്സിയുടെ ഷോക്കായിട്ട് അങ്ങനെ പോയൊരു ഗെയിമായിരുന്നു അത്. അതിനു മുമ്പ് സ്പെയിനെ പരാജയപ്പെടുത്തിയതിന് അവർക്കൊരു മറുപടിയൊക്കെ തോൽപ്പിച്ചു. വാൻ പേഴ്സിയുടെ ഗോളൊക്കെ നമ്മളെ മനസ്സിലുണ്ട്, ആ പറക്കും ഹെഡറൊക്കെ. അപ്പോൾ അത്തരത്തിൽ എല്ലാ കാലത്തും നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ സ്ക്വാഡിലേക്ക് നോക്കുമ്പോഴും നല്ല ഗംഭീരമായ ടീമാണ് എല്ലാ പൊസിഷനിലും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
അവിടെ വാൻഡൈക്ക് ഉണ്ട്, ഡംഫ്രീസ് ഉണ്ട്, അങ്ങനെ ടിംബർ ഉണ്ട്, കണ്ണേഴ്സിൻ്റെ. അപ്പോൾ അത്തരത്തിൽ ക്വാളിറ്റി പ്ലേയേഴ്സ് ഡിഫൻസിലുണ്ട്. ഡിജോങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള മിഡ് ഗംഭീരമാണ്. അപ്പോൾ അറ്റാക്കേഴ്സ് കൊടി ഗാക്പോ ഉണ്ട്, അറ്റാക്കേഴ്സും നല്ല ഗംഭീര അറ്റാക്കേഴ്സാണ്. അപ്പോൾ അതിലൊരു നല്ലൊരു മുന്നേറ്റം ഇത്തവണയെങ്കിലും അവർ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ സ്വീഡൻ ആയിരിക്കും രണ്ടാമത്തെ ടീം. ചാമ്പ്യൻസ് ചെയ്യാൻ നെതർലൻഡ്സ് തന്നെ പറയുന്നത് രണ്ടാമത്തെ ടീമായി സ്വീഡൻ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ആ യോഗ്യത റൗണ്ടിൽ അവർക്ക് ഡിഫൻസിൽ ഇച്ചിരി പാളിച്ചുണ്ടായിരുന്നു, അതെല്ലാം മറികടന്നുകൊണ്ട് പക്ഷേ തക്ക ഗംഭീരമായ അറ്റാക്കേഴ്സാണ് ഇവർക്ക് ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ യോക്കരേഷ് ആയിക്കോട്ടെ, ഒപ്പം തന്നെ ആന്റണി എലാങ്കെ അടക്കമുള്ളവരുടെ നല്ല മുന്നേറ്റമുണ്ട്. അലക്സാണ്ടർ ഐസക്കും ഉണ്ട് അവിടെ. അപ്പോൾ നല്ല ടോപ്പ് അറ്റാക്കേഴ്സ് ഉള്ള ടീമാണ്. അപ്പോൾ ഡിഫൻസിലെ പോരായ്മകളൊക്കെ അറ്റാക്കേഴ്സ് മറികടന്നുകൊണ്ട് രണ്ടാം സ്ഥാനക്കാരായിട്ട് സ്വീഡൻ വരുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം തന്നെ ടുണീഷ്യയുടെ ഗെയിം ക്രൂഷ്യലായിരിക്കും. ജപ്പാനും വരുന്നതോടൊപ്പം ഈ ഗ്യോക്കറസിന്റെ ക്ലിനിക്കൽ ഫിനിഷിംഗ് കൂടെ ആവുമ്പോൾ ശരിക്കും സ്വീഡൻ അപകടകാരികളാണ്. അതിനകത്ത് ജപ്പാൻ ഒരു വെല്ലുവിളി ഉണ്ടാവാൻ പോകുന്നത് ബാക്കി 3 ടീമുകളും ഫിസിക്കലി ഭയങ്കര ഗംഭീരമായ ടീമാണ്. നല്ല ഹൈറ്റുള്ള ആ അഡ്വാൻറ്റേജ് കൃത്യമായിട്ട് മുതലാക്കുന്ന, സെറ്റ് പീസ് ജപ്പാനെതിരെ കൃത്യമായിട്ട് മുതലാക്കുന്ന ടൈപ്പ് ടീമാണ് ബാക്കി 3 ടീമുകളും. അത് ജപ്പാനൊരു വെല്ലുവിളിയാവും. പക്ഷേ ജപ്പാൻ കഴിഞ്ഞ വേൾഡ് കപ്പിൽ പറഞ്ഞ പോലെ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിട്ടുണ്ട്. കുറേ പാസുകളുമായി, നല്ല വേഗത്തിലുള്ള പാസുകളുമായി, ചെറിയ ഫുട്ബോൾ പക്ഷേ വേഗത്തിലുള്ള ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. ജപ്പാന് നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഇതുവരെ നോക്കുമ്പോൾ, എഫ് വരെ നോക്കുമ്പോൾ ഏറ്റവും കടുപ്പമേറിയ ഗ്രൂപ്പുകളിലൊന്നാണിത്. ഈ ജപ്പാന് ശരിക്കും ആദ്യം ഉണ്ടാവുന്ന ആ ഒരു ഊർജ്ജം പിന്നീട് അവർക്ക് ഉണ്ടാവാറില്ല. അവസാനത്തേക്ക് എത്തുമ്പോൾ പിന്നെ അവരൊന്ന് ഒരു വലിയ സമ്മർദ്ദങ്ങളാണോ എന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ജപ്പാൻ്റെ ഒരു തുടക്കം ഭയങ്കര ഗംഭീരമായിരിക്കും അവരുടെ. മാത്രമല്ല എനിക്കൊരു ഹിദയതേഷി നെക്കാത്തയും അതേപോലെ കിസുക്കി ഹോണ്ടയൊക്കെ കളിച്ചിരുന്ന കാലത്തെ അത്രയും പ്രധാനപ്പെട്ട ഇപ്പോൾ കുബോ മറ്റേ വതാരുവെൻഡോ ഒക്കെയാണ് ഇപ്പോൾ കളിക്കാൻ പ്ലെയർ ഉണ്ട്. വതാരുവെൻഡോ, കുബോ, ജപ്പാൻ മെസ്സി എന്നറിയപ്പെടുന്ന ഒരു പ്ലെയർ കൂടിയാണ് കുബോ. നമ്മൾ നോക്കാം ഏത് തരത്തിലായിരിക്കും അവരുടെ മുന്നേറ്റം ഉണ്ടാകുക എന്നുള്ളത്. അദ്ദേഹത്തിൽ തന്നെയാണ് അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത്. നമ്മൾ വാർത്താ ഏജൻസികളും മറ്റൊക്കെ നോക്കുമ്പോഴേ അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ്, കുബോയുടെ പേര് തന്നെയാണ് എപ്പോഴും മുന്നിട്ട് കാണുന്ന ഒരു കാര്യം കൂടിയുണ്ട്. റൈറ്റ്. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് എഫിലെ വിശേഷങ്ങൾ.